അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാനാപകടത്തിൽ കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡുവിൻ്റെ നേതൃത്വത്തിൽ യോഗം ചേരുകയാണ്. സിവിൽ ഏവിയേഷൻ സെക്രട്ടറി, DGCA ഡയറക്ടർ ജനറൽ, AAI ഉദ്യോഗസ്ഥർ, മന്ത്രാലയ ഉദ്യോഗസ്ഥർ ഒക്കെയും പങ്കെടുക്കുന്നുണ്ട്. അതിനിടെ മരിച്ച പത്തനംതിട്ട സ്വദേശിനി രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിലെത്തി DNA സാമ്പിൾ കൈമാറിയിട്ടുണ്ട്. ഇപ്പോൾ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സിബി ജോസഫ് ചേരുകയാണ്. സിബി, ആദ്യം ഈ രഞ്ജിതയുടെ സഹോദരൻ DNA പരിശോധനയ്ക്കായി സാമ്പിൾ കൈമാറി അല്ലേ? ജിംഷാദ്, ഇന്നിപ്പോൾ ഈ രഞ്ജിതയുടെ സഹോദരൻ രതീഷ് അഹമ്മദാബാദിലെത്തി ഈ ഒരു ആശുപത്രിയിൽ, അതായത് ഈ BJ മെഡിക്കൽ കോളേജിലെത്തി അവിടെ ഈ സാമ്പിൾ നൽകിയിട്ടുണ്ട്, DNA സാമ്പിൾ നൽകിയിട്ടുണ്ട്. അവിടെ മറ്റ് മൃതദേഹങ്ങളെല്ലാം തന്നെ 200-ലധികം മൃതദേഹങ്ങളാണ് ഇപ്പോൾ ഈ അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിലുള്ളത്. അവിടെ ഇവരെല്ലാം തന്നെ ബന്ധുക്കളുടെ എല്ലാം DNA സാമ്പിൾ ശേഖരിച്ചു വരികയാണ്. ഇതിനുശേഷം ഇത് 48 മണിക്കൂർ മുതൽ 72 മണിക്കൂർ വരെ ഏകദേശം 2-3 ദിവസം വേണ്ടിവരും ഈ DNA സാമ്പിളിൻ്റെ ഫലം ലഭിക്കാൻ. അതിനുശേഷം മാത്രമായിരിക്കും ഈ മൃതദേഹം, രഞ്ജിത ഉൾപ്പെടെയുള്ള മൃതദേഹങ്ങൾ വിട്ടു നൽകുകയുള്ളൂ. ഇപ്പോൾ നിലവിൽ നേരിട്ട് തിരിച്ചറിയാവുന്ന മൃതദേഹങ്ങൾ ഇപ്പോൾ കൊടുത്ത് ഓരോ മൃതദേഹങ്ങൾ കൈമാറി ഇപ്പോൾ ബന്ധുക്കൾ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ 10-ൽ താഴെയുള്ള മൃതദേഹങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇതുവരെ കൈമാറിയിട്ടുള്ളത്. ബാക്കിയെല്ലാ മൃതദേഹങ്ങളും ഒരുമിച്ച് സാമ്പിൾ ശേഖരിച്ച് ഒരുമിച്ച് ഈ DNA ഫലം അല്ലെങ്കിൽ അത് ഒത്തുനോക്കി അതാത് ഉറ്റവർക്ക് നൽകുക എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി പ്രത്യേക ഒരു 30-അംഗ ഫോറൻസിക് സംഘം അവിടെയുണ്ട്. 80-ലധികം ഡോക്ടർമാർ അവിടെ ഉണ്ട്. അങ്ങനെ വലിയ രീതിയിലൊരു ആരോഗ്യ സംവിധാനം അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. എന്തായാലും രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിൽ എത്തുകയും ഇന്നിപ്പോൾ രാവിലെ DNA സാമ്പിൾ ഈ ഉന്നതതല യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണോ? നിർണായകമായ അന്വേഷണങ്ങൾ ബോധ്യമാകേണ്ട ഈ കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡുവിൻ്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ദില്ലിയിലാണ് പുരോഗമിക്കുന്നത്. പ്രധാനമായും മന്ത്രാലയത്തിൽ നടക്കുന്ന ഈ യോഗത്തിൽ അതായത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഉണ്ട്. ഇതുവരെയുള്ള അന്വേഷണം ഏത് രീതിക്ക്, ഏതൊക്കെ കാര്യങ്ങളിൽ ഒരു നിഗമനം എത്തി, അങ്ങനെയുള്ളൊരു വിലയിരുത്തൽ മാത്രമാണ് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി നടന്നുവരുന്നത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയൊരു റിപ്പോർട്ട് എന്ന് പറയുന്നത് 21 ഡെഡ് ബോഡീസ്, 21 പേരുടെ മൃതദേഹങ്ങൾ ഈ ഒരു ഹോസ്റ്റൽ കെട്ടിടത്തിൽ ലഭിച്ചു എന്നുള്ളതാണ്. അതിൽ 80 പേരുടെ മൃതദേഹങ്ങൾ അവിടുത്തെ മെഡിക്കൽ വിദ്യാർത്ഥികളുടെയാണ്. 36 പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. അതിൽ തന്നെ 16 പേർ വിദ്യാർത്ഥികളാണെന്നുള്ള വിവരം കൂടി നമുക്കിപ്പോൾ ലഭ്യമാകുന്നുണ്ട്. എന്തായാലും ഈ 241 എന്ന ഈ യാത്രക്കാർ കൂടാതെ 21 പേരുടെ മൃതദേഹങ്ങൾ ഈ ഒരു ഹോസ്റ്റലിന്റെ പരിസരത്ത് നിന്ന് ലഭിച്ചു എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നു. അവിടെ കൂടുതൽ പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ജിംഷാദ്. തീർച്ചയായും സമഗ്ര വിവരങ്ങളാണ് സിബി ജോസഫ് നൽകിയത്. ഒപ്പം ഈ വിദ്യാർത്ഥികൾക്ക്, അതായത് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വേണ്ട സഹായം കൂടി ടാറ്റ നൽകണം, വിമാന കമ്പനി നൽകണമെന്ന് IMA ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കത്തും നൽകിയിട്ടുണ്ട്.